ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ? അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അങ്ങനെ നമ്മുടെ ദേവയാനി ഒരു വലിയ അടവ് തന്നെ പ്രയോഗിച്ചിരിക്കുകയാണ്. അപ്പൊ ദേവയാനി പ്രയോഗിച്ച അടവ് പറഞ്ഞു കൊടുത്തത് രേവതിയാണ് കേട്ടോ. അങ്ങനെ ഇപ്പൊ ഏതായാലും ശബരിമല പോകുന്ന ഒരു സമയമാണ്, മണ്ഡലകാലമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ആദർശ് 41 ദിവസം വ്രതമെടുത്തിട്ട് വേണം പോകാൻ ശബരിമലയ്ക്ക്. എല്ലാ വർഷവും പോകുന്നതാണ്. പക്ഷെ അന്നൊക്കെ 10 ദിവസവും 11 ദിവസമൊക്കെ ആയിരുന്നു വ്രതം എടുത്തോണ്ടിരുന്നത്. എങ്കിൽ ഈ പ്രാവശ്യം മുത്തശ്ശിന് വേണ്ടി 41 ദിവസത്തെ വ്രതം വേണം. ഇത് കേട്ടത് നമ്മുടെ ആദർശം ഒന്ന് ഞെട്ടിപ്പോയി. കാരണം വേറെ ഒന്നുമല്ല, ഒത്തിരി ആഗ്രഹിച്ചതാണല്ലോ ഈ ഒരു ഹണിമൂണ്. ഏതായാലും നമ്മുടെ നയന് പറഞ്ഞു, അമ്മ പറഞ്ഞല്ലേ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് നേരെ പോവുകയാണ്. ഏതായാലും ഈ സമയത്താണ് നമ്മുടെ നവ്യ വരുന്നത്. അപ്പം പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്നല്ലോ. അപ്പം അതൊക്കെ ഇങ്ങനെ ചോദിക്കാൻ വേണ്ടി വീട്ടിലൊക്കെ പോയിട്ട് വന്നത് ചോദിക്കാൻ വേണ്ടി ചെന്നപ്പം പലഹാരം മൊത്തം ഇനി നമുക്ക് ഇവിടെ എടുക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതെന്താ നയനെ നീ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ ഹണിമൂണിന് പോകുന്നില്ലെന്ന് പറഞ്ഞു. ഇത് കേട്ടത് നിങ്ങൾ ഹണിമൂണിന് പോകുന്നുണ്ടെന്ന് തീരുമാനിച്ചതല്ലേ, എന്നിട്ട് ഇപ്പൊ പെട്ടെന്ന് എന്താ ഹണിമൂണിന് പോകുന്നില്ലെന്ന് പറഞ്ഞത് എന്നിങ്ങനെ ചോദിച്ചപ്പോഴാണ് നമ്മുടെ നയന പറഞ്ഞത്, അത് പിന്നെ ആദർശേട്ടന്റെ അമ്മ ഒരു തീരുമാനം എടുത്തു. അത് വേറൊന്നുമല്ല, ആദർശേട്ടനെ മലയ്ക്ക് വിടണം. അപ്പം 41 ദിവസത്തെ നോയമ്പ് വേണം. അപ്പം പിന്നെ നാളെ തന്നെ മാലയൊക്കെ ഇട്ടാലല്ലേ ഇനിയിപ്പോൾ 41 ദിവസം കഴിയുമ്പോഴത്തേക്കും മലയ്ക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ട് ഇനി ഹണിമൂണിന് പൊക്കോണ്ട് നിന്നാൽ ശരിയാവില്ലെന്ന് പറഞ്ഞപ്പോൾ എന്താ നയനെ നീ പറയുന്നത്? നീ എന്തിനാ ആ സ്ത്രീ പറയുന്നത് കേൾക്കാൻ പോയത്? ഒരിക്കലും നീ അതിന് വിട്ടുകൊടുക്കരുത്. ആ സ്ത്രീ നീ ഇവിടെ നിന്ന് പോകുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ മുതൽ കുശുമ്പും കുന്നായ്മയായിട്ട് നടക്കുക. ആ സ്ത്രീ മാത്രമല്ല, എൻ്റെ അമ്മായിയമ്മ ഉണ്ടല്ലോ, അവളും അതുപോലെ തന്നെ ഈ പുതിയ കയറി വന്ന മരുമകളൊക്കെ കൂടി എല്ലാവരും കൂടെ ചേർന്ന് ഒരുമിച്ചെടുത്തൊരു തീരുമാനം ഇത്, നിന്റെ ഈ ഹണിമൂൺ യാത്ര മുടക്കാൻ വേണ്ടി. അതുകൊണ്ട് നീ എന്തിനാ വെറുതെ ഇതൊക്കെ കേൾക്കണത്? ആദർശേട്ടനോട് നീ പറഞ്ഞാൽ പോരെ നയന, ആദർശേട്ടന് നിന്നെ കൊണ്ടുപോകില്ലേ എന്ന് പറഞ്ഞപ്പം അതിന്റെ കാര്യമില്ല, മുത്തശ്ശനെ വെച്ച് കളിക്കാൻ എനിക്ക് വയ്യ, കാരണം മുത്തശ്ശന് വേണ്ടിയാണ് ഈ ഒരു വ്രതം നോക്കുന്നത് എന്നാണ് അമ്മ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ വേണ്ട. ഇനിയിപ്പം അങ്ങനെ അല്ലെങ്കിൽ കൂടി ഈ ശബരിമലയ്ക്ക് പോകുന്നത് നല്ല കാര്യമല്ലേ. അതുപോലെ തന്നെ ഞാൻ ഇതിനൊരു നിമിത്തമായത് നല്ലതല്ലേ. ഞങ്ങൾ ഹണിമൂണിന് പോകുന്നോണ്ടാണല്ലോ അമ്മ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്തത്. ഏതായാലും ദൈവത്തിന്റെ കാര്യമാണ്, നമ്മൾ കളിക്കാൻ പാടില്ല ചേച്ചി. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക, ഞങ്ങള് നാളെ മുതൽ ഞങ്ങൾ മാറിക്കിടക്കുക തന്നെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എടി മരമണ്ടി, എടി നയനെ, നിന്നെ വിഡ്ഢിയാക്കാൻ വേണ്ടി ഇതൊക്കെ ഓരോന്ന് പറയുന്നത്, അത് നിനക്ക് തലയ്ക്കകത്ത് കയറുന്നില്ലെങ്കിൽ പിന്നെ എന്താ പറയുക എന്ന് പറയുമ്പം എന്നെ മരമണ്ടിയാക്കോ വിഡ്ഢിയാക്കോ ഒക്കെ ചെയ്തോട്ടെ, പക്ഷേ എൻ്റെ ഭർത്താവ് എന്നെ അംഗീകരിക്കുന്നുണ്ടല്ലോ, അത് തന്നെയല്ലേ ചേച്ചി ഏറ്റവും വലിയ അംഗീകാരം എന്ന് പറയുന്നത്. എൻ്റെ ഭർത്താവ് എന്നെ ഭാര്യയായിട്ട് അംഗീകരിച്ചല്ലോ, എനിക്ക് അത് മാത്രം മതി. ഹണിമൂണിന് പോകണമെന്നോ ആഘോഷിക്കണമെന്നൊന്നും എനിക്ക് താല്പര്യമില്ല ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ നവ്യ പറഞ്ഞു, ഇതിന് നോക്കിക്കോ, ഒരു 8ന്റെ പണി തന്നെ ഞാൻ അവർക്കിട്ട് കൊടുക്കണുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന് തീരുമാനിച്ചതാ. അവളുണ്ടല്ലോ ആ രേവതി, അനാമികയുടെ അമ്മ, അവള് വന്നപ്പോൾ എനിക്ക് സംശയം തോന്നിയത് എന്തെങ്കിലും കുതന്ത്രമായിട്ടായിരിക്കും അവൾ ഈ പടി കയറി വന്നതെന്ന്. എല്ലാത്തിനിട്ടും ഞാൻ വെച്ചിട്ടുണ്ട്. അവക്ക് ചൊറിച്ചിൽ ഇതുവരെ തീർന്നിട്ടില്ല. ഇനിയും അവളെ ഞാൻ ചൊറിയിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ ഇതിനൊന്നും പോകണ്ട നവ്യേ, നീ ഏതായാലും നിന്റെ കാര്യം നോക്ക്. ഏതായാലും നിനക്കിവിടെ പിടിച്ചു നിൽക്കാൻ ഇനിയിപ്പം വേറൊന്നുമില്ല, നീ പ്രഗ്നന്റ് ആണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നീ അഭിയുടെ മനസ്സ് എങ്ങനെയെങ്കിലും മാറ്റാനായിട്ട് ശ്രമിക്കുക. ബാക്കി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമുക്കത് വിഷയമല്ല, നമ്മുടെ ഭർത്താക്കന്മാർ നമ്മുടെ കൂടെ നിൽക്കണം, അതുമാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നവ്യേച്ചി ഒരു കാര്യം ചെയ്യും, അഭിയുടെ മനസ്സൊക്കെ മാറ്റിയെടുക്കാൻ നോക്കാനൊക്കെ പറഞ്ഞിട്ട് നയനെ അങ്ങ് പോയി കേട്ടോ. ഏതായാലും നവ്യക്ക് കാലിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ പെരുത്ത് കയറുകയാണ് കേട്ടോ. ഈ തള്ളവിരലിൽ നിന്ന് പെരുത്ത് കയറാന്നൊക്കെ പറഞ്ഞല്ലോ, അങ്ങനെ പെരുത്ത് കയറിയിട്ട് ഇതിനൊരു 8ന്റെ പണി തന്നെ കൊടുക്കണം. ഇതിലെൻ്റെ അമ്മായിയമ്മയ്ക്കും പങ്ക് കാണും. എല്ലാത്തിനിട്ട് ഞാൻ തന്നെ പണി കൊടുക്കണുണ്ടെന്നൊക്കെ പറഞ്ഞ് നിൽക്കുക. ഇതേ സമയമാണ് ഹണിമൂണിനൊക്കെ പോകാൻ തയ്യാറായിട്ടിരിക്കുകയാണല്ലോ. അപ്പം ജയൻ വന്നിട്ട് ആദർശനോട് ചോദിച്ചു, അല്ല മോനെ, എപ്പോഴാണ് നിങ്ങൾ രാവിലെ പുറപ്പെടുന്നത്, എപ്പോഴാണ് പോകുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ അച്ഛാ ഞങ്ങൾ പോകുന്നില്ല എന്ന് പറഞ്ഞു. ഹണിമൂണിന് പോകുന്നില്ലെന്നോ? ഹണിമൂണിന് പോകാൻ വേണ്ടി നിങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെക്കുകയും ടിക്കറ്റ് വരെ ബുക്ക് ചെയ്യുകയൊക്കെ ചെയ്തതല്ലേ, പിന്നെ എന്താ നീ പറയുന്നത് ഹണിമൂണിന് പോകുന്നില്ലെന്ന്? അത് നയനമോൾക്ക് വല്ലാത്ത വിഷമാവൂലേ? നിങ്ങൾ ആഗ്രഹിച്ചിരുന്നല്ലേ പോകാനെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇല്ല, ഞാൻ പോകുന്നില്ല, ഹണിമൂണിന് പോകുന്നില്ല.
അത് പിന്നെ അമ്മ ഒരു വലിയ ചതി തന്നെയാണ് ചെയ്തതെന്ന് പറഞ്ഞു. ആര്, ദേവയാനിയോ? ആ അതെ, അമ്മ ഒരു വ്രതം എടുക്കണമെന്ന് എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പം ശബരിമല സീസൺ അല്ലേ വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ 41 ദിവസത്തെ വ്രതം എടുത്ത് ഞാൻ ശബരിമലയ്ക്ക് പോകണം, 18ാം പടി ചവിട്ടണം എന്നാണ് അമ്മ പറയുന്നത്. അതുമല്ല, അത് അമ്മ ഇപ്പം തീരുമാനിച്ചതല്ല, അമ്മ തീരുമാനിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായതാണെന്നും ഇത് മുത്തച്ഛന് വേണ്ടിയാണെന്നുമാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. ഇത് കേട്ടത് ജയന് കാര്യം പിടിയിട്ട് ജയൻ പറഞ്ഞു, നീ എന്താടാ ഈ പറയുന്നത്? ഒരിക്കലും നിന്റെ അമ്മ പറയുന്നത് നീ കേട്ട് വിശ്വസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പം അത് പിന്നെ എനിക്കറിയാം, ഞാനും നയനയും ഇവിടെ നിന്ന് പോകുന്നത് ഒട്ടും താല്പര്യമില്ല അമ്മയ്ക്ക്. അതുകൊണ്ട് തന്നെയാണ് അമ്മ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ മുത്തച്ഛൻ്റെ കാര്യമല്ലേ. അതുപോലെ നയനയും അതിന് സമ്മതിച്ചെന്ന് പറഞ്ഞപ്പോൾ ഇതുപോലെ ഒരു കുശുമ്പെടുത്ത സാധനം അവൾമാരെല്ലാം കൂടെ ചേർന്ന് നിന്റെ ജീവിതം തകർക്കാൻ വേണ്ടിയാ നോക്കുന്നത്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നിന്റെ അമ്മയൊക്കെയാണ്, എൻ്റെ ഭാര്യയൊക്കെയാണ്. പക്ഷെ ഭാര്യയ്ക്ക് കൊടുക്കേണ്ട സ്ഥാനം ഭാര്യയ്ക്ക് കൊടുക്കണം. ഭാര്യയ്ക്ക് കിട്ടേണ്ട സ്ഥാനം ഭാര്യയ്ക്ക് കിട്ടിയില്ലെങ്കിലേ അവിടെ വലിയ കുടുംബ പ്രശ്നം ഉണ്ടാകും. അത് മനസ്സിലാക്കണം. ഞാൻ ദേവയാനിക്ക് അതുപോലെ സ്ഥാനവും പരിഗണനയും ഒക്കെ കൊടുത്തിരുന്നു. പക്ഷേ അവളുടെ എല്ലാ പരിഗണനയും ഇന്നും കൊണ്ട് ഞാൻ തീർക്കുന്നൊക്കെ പറഞ്ഞു. അപ്പം പറഞ്ഞു, വേണ്ട, അച്ഛനൊന്നും പറയാൻ പോകണ്ട, ഏതായാലും ശബരിമലയ്ക്ക് പോകാൻ വേണ്ടിയല്ല, അത് നല്ലതിന് വേണ്ടിയല്ല, സാരമില്ല എന്നൊക്കെ പറയുകയാണ്. ഏതായാലും ഇതിന് ശേഷം കാണിക്കുന്ന നമ്മുടെ ദേവയാനിനെയാണ് കേട്ടോ. അപ്പൊ ദേവയാനി അനാമികയോട് പോയി പറയുകയാണ്, മോളിനി ഒന്നുകൊണ്ടും പേടിക്കണ്ട, സക്സസ് ആയിട്ടുണ്ട്. മോളോട് എന്തെങ്കിലും പറയുമ്പോൾ എതിര് പറയുകയും മോളെ വെല്ലുവിളിച്ച് അവള് ഹണിമൂണ് പോകാൻ വരെ നോക്കിയില്ലേ, അതൊക്കെ ഈ വല്യമ്മ മുടക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോ വല്യമ്മ എന്താ പറയുന്നത്? അതെ രേവതി പറഞ്ഞ ആ ഒരു പ്രയോഗം തന്നെയാണ് ഞാൻ എടുത്തിട്ടിരിക്കുന്നത്. രേവതിയല്ലേ പറഞ്ഞത് ആ മണ്ഡപകാലത്തിന്റെ കാര്യം. 41 ദിവസത്തെ നോയിമ്പെടുത്ത് അവൻ 18ാം പടി ചവിട്ടാൻ പോവാ. ആർക്ക് വേണ്ടി? മുത്തശ്ശന് വേണ്ടി. ഞാൻ പറഞ്ഞിട്ടെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്കും തന്നെ രേവതിക്കും അതുപോലെ ജാനകിക്കും ജലജയ്ക്കൊക്കെ ഭയങ്കര സന്തോഷം. അങ്ങനെ രേവതി പറഞ്ഞു, അയ്യോ അത് വേണ്ടായിരുന്നല്ലോ, അവര് ഹണിമൂണിന് പൊക്കോണ്ടേനല്ലോ എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അതായത് അവർക്ക് കുശുമ്പില്ല, കുന്നായ്മയില്ല എന്നുള്ള രീതിയിലാണ് നമ്മുടെ രേവതി സംസാരിക്കുന്നത്. അപ്പൊ രേവതിയോട് പറഞ്ഞു, അങ്ങനെ പോയാൽ ശരിയാവൂലല്ലോ, ഇവിടെ നയനയും ആദർശവും അല്ല, അനിമോനും അനാമിക മോളും ഹണിമൂണിന് പോകേണ്ടത്, അവരാ ഹണിമൂണിന് പോകേണ്ടത്. ഞാൻ അനിയോട് പറഞ്ഞ് സംസാരിച്ച് ശരിയാക്കി തരുന്നുണ്ട് മോളെ. ഏതായാലും മോള് വിഷമിക്കേണ്ട, അവളുടെ അഹങ്കാരത്തിന് ഞാനൊരു നല്ല പണി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി 41 ദിവസം അവൾ ആദർശിന്റെ അടുത്ത് വരാൻ ഞാൻ സമ്മതിക്കത്തില്ല. കാരണം 41 ദിവസത്തെ വ്രതമുണ്ട്, അതും കഠിന വ്രതം തന്നെയാണത്. അത് ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. അതും കൊണ്ട് ഒരിക്കലും ഇനി 41 ദിവസം കഴിഞ്ഞ് അവരൊന്നിക്കത്തുള്ളൂ എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. ജലജയ്ക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം. പക്ഷെ ഇതെല്ലാം മാറി നിന്ന് നമ്മുടെ നവ്യ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇവരുടെ എല്ലാം ഗൂഢാലോചനയാണെന്ന് നവ്യയ്ക്ക് മനസ്സിലാവുകയാണ്. ഏതായാലും നവ്യയ്ക്ക് മനസ്സിലായത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, എന്ത് ചെയ്യാനാണ്. അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും വരുന്നു, നമ്മുടെ ആദർശനോട് ഹണിമൂണിന്റെ കാര്യമൊക്കെ പറയുന്നു. അതായത് മുത്തശ്ശനും മുത്തശ്ശി അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും, എനിക്ക് വേണ്ടി ഒരു നോയമ്പും വ്രതവും ഒന്നും വേണ്ട മോനെ, അതിന്റെ കാര്യമില്ല. ദൈവം എത്ര വരെയാണോ ആയുസ് നീട്ടി തന്നിരിക്കുന്നത്, അതിപ്പോ എന്ത് വ്രതം എടുത്തെന്ന് പറഞ്ഞാലും എന്ത് നോയമ്പ് ചെയ്തെന്ന് പറഞ്ഞാലും ആ ആയുസ് നമുക്ക് കിട്ടും. വെറുതെ എന്തിനാ നിങ്ങളുടെ നല്ല നിമിഷങ്ങൾ ഇതുപോലെയുള്ളത് കളഞ്ഞു കുടിക്കുന്നത്? അതുകൊണ്ട് ഞാൻ ഇതിന് സമ്മതിക്കില്ല എന്ന് നമ്മുടെ മൂർത്തി മുത്തശ്ശൻ പറയുകയാണ് കേട്ടോ. ഏതായാലും ദേവയാനി കട്ടക്കലിപ്പിൽ തന്നെയാണ്. നമ്മുടെ മൂർത്തിയും ജയനും വസന്തരയും ഒക്കെ ഹണിമൂണിന് പോകണം, അത് മാറ്റി വെക്കരുത് എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ ഇപ്പുറത്തെ സൈഡിലെ പെണ്ണുങ്ങളെല്ലാവരും കൂടി ചേർന്ന് 8ന്റെ പണിയാണല്ലോ നയനക്കിട്ട് കൊടുത്തത്, വേറൊന്നുമല്ല നമ്മുടെ ശബരിമലയ്ക്ക് പോകുന്ന കാര്യം. ഏതായാലും ഈ കാര്യം നേരെ വിളിച്ച് കനകദുർഗയോടും അതുപോലെ തന്നെ നന്ദുവിനോടൊക്കെ പറയുകയാണ്. അങ്ങനെ കനകദുർഗ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വല്ലാണ്ടങ്ങ് ആയിപ്പോയിട്ടോ. കാരണം എല്ലാവരും ആഗ്രഹിച്ചിരുന്നതാണല്ലോ നമ്മുടെ നയനയുടെ ഒരു സന്തോഷമൊക്കെ കാണാൻ വേണ്ടി. അങ്ങനെ നയനയോട് പറഞ്ഞു, സാരമില്ല മോളെ, ഇനിയിപ്പം മോള് പ്രശ്നത്തിനൊന്നും പോകണ്ട. ആദർശ് മോൻ എന്ത് പറയുന്നത് ചോദിച്ചപ്പം ആദർശേട്ടന് ഹണിമൂണ് പോകാൻ തന്നെയാണ് താല്പര്യം എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, എങ്കിൽ പിന്നെ നിങ്ങൾക്ക് പൊക്കൂടെ, ഇപ്പം ആദർശ് മോളെ സ്നേഹിക്കുന്നുണ്ടല്ലോ, മോളെ മനസ്സിലാക്കുന്നുണ്ടല്ലോ, പിന്നെ നിനക്ക് എന്താ പോയാലെന്ന് ചോദിച്ചപ്പോൾ അതിന്റെ കാര്യമില്ല, ഇങ്ങനെ ഒരു തീരുമാനം കേട്ടപ്പോൾ മുതൽ ദൈവത്തിന്റെ കാര്യമില്ല, അതുകൊണ്ട് ഞാൻ വേണ്ടെന്ന് വെച്ചമ്മേ, അല്ലെങ്കിൽ ഞാൻ ഈ ഹണിമൂണിനൊക്കെ പോകാൻ വേണ്ടി കാത്തുകെട്ടിയിരുന്നൊന്നും അല്ലല്ലോ. എനിക്ക് ഇത്രയും ഇത് തന്നെ കിട്ടുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല, ഭർത്താവിന്റെ സ്നേഹം തന്നെ കിട്ടുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പൊ ഇത്രയൊക്കെ എനിക്ക് കിട്ടിയില്ലേ, കാത്തിരിക്കുക ഞാൻ, എന്തെങ്കിലും എൻ്റെ അമ്മയമ്മ എന്നെ മനസ്സിലാക്കും എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഇതേസമയം നമ്മുടെ നന്ദു പറയാണ്, കണ്ടില്ലേ ആ സ്ത്രീയുടെ മനസ്സ് നിറയെ വിഷം അമ്മേ, ആ സ്ത്രീയുടെ മനസ്സ് നിറയെ വിഷം ആയതുകൊണ്ട് തന്നെയാ
ഇപ്പം എന്തേ ഹണിമൂണിന് വിടാതെ മണ്ഡപകാലമാണെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് ശബരിമലയ്ക്ക് വിടാൻ വേണ്ടി നോക്കണത്. ഞാനങ്ങാണം ആയിരിക്കണം ഇതിന് തക്ക മറുപടി കൊടുത്തേരെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നന്ദുവിനോട് കനകദുർഗ പറയണ പോട്ടെ മോളെ, സാരമില്ല, ഏതായാലും നമ്മുടെ നയനമോൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയല്ലോ, അത് തന്നെ വലിയ കാര്യം എന്ന് വേണം പറയാൻ. ഈ ഒരു കാര്യം പറഞ്ഞ് നമുക്ക് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറ്റില്ലല്ലോ, എന്തെങ്കിലും ആട്ടെ എന്ന് പറയാണ് കേട്ടോ. ഏതായാലും മുത്തച്ഛനും മുത്തശ്ശിയൊക്കെ ഒരു പുതിയ തീരുമാനമൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ രേവതിയുടെ എന്താ പറയുക, രേവതിയുടെ കയ്യിലിരിപ്പ് മുത്തശ്ശനും മുത്തശ്ശിയും തിരിച്ചറിയും. അതുപോലെ തന്നെ നവ്യ ഇതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, അപ്പം തന്നെ നവ്യക്ക് മനസ്സിലാകുന്നുണ്ട് രേവതിയും അനാമികയോടും കൂടെ ചേർന്ന് തന്നെയാണ് ഇതിന് വിനയൊരുക്കിയത് എന്നൊക്കെ മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാല്ലേ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. നാളെ രാവിലെ 7:30 നമ്മൾ കറക്റ്റ് നമ്മുടെ നയനുടെയും ആദർശിൻ്റെയും കഥ ഫുൾ വിശേഷം ഇടുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ പ്രമോ നമ്മൾ ഇട്ടിരുന്നില്ല, കാരണം നമ്മൾ ഇന്നത്തെ സഹിതം പ്രമോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇടാതിരുന്നത്. വീണ്ടും ആവർത്തിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ടാട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫുൾ വിശേഷം നാളെ കറക്റ്റ് 6:50 ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേരുന്നു. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ID കമൻറ്റിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് കമൻ്റ് ആയിട്ട് തന്നെ കേട്ടോ കിടക്കുന്നത്, ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കയറി നിങ്ങൾ നോക്കി വീഡിയോസൊക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.